എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവില്ല. നമ്മൾ എത്രത്തോളം വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും മനസ്സിലാവില്ല. ചില ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇതുപോലെയാണ് നടന്നത്. ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് നിന്ന് നടന്ന ഒരു സംഭവമാണ്. 38 വയസ്സുള്ള ഒരു വീട്ടമ്മ അവിടെ മരിച്ചിരിക്കുകയാണ്. അതായത് അവർ ജീവൻ ഒടുക്കുകയാണ് ചെയ്തത്. അവിടെ ഭർത്താവാണെങ്കിൽ ഗൾഫിലാണ്. അതുപോലെ അത്യാവശ്യം സാമ്പത്തിക കാര്യങ്ങളും സുരക്ഷയും എല്ലാം ഉള്ളതാണ്. കാരണം ഒരു കുഴപ്പമില്ല. അതായത് ഭർത്താവിന് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ 20 വയസ്സും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ 15 വയസ്സുള്ള 2 മക്കളും ഉണ്ട്. മക്കളൊക്കെ നല്ല പഠിക്കുന്നതാണ്. പിന്നെ എന്തിനാണോ ഈ വീട്ടമ്മ ഇത് ചെയ്തത്? അതാണ് എല്ലാവരും ചോദിക്കുന്നത്. അങ്ങനെ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു കാര്യങ്ങളെല്ലാം വെളിയിൽ വരുന്നത്. അതായത് വീട്ടമ്മയുടെ മൊബൈൽ കണ്ട എല്ലാവരും ഞെട്ടിപ്പോയി. ഒരു 19കാരന് സകലതും കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഈ ഇൻസ്റ്റഗ്രാമിലൂടെ ഇങ്ങനെ പരിചയപ്പെട്ട ഒരുത്തന് വേണ്ടിയിട്ട് കുളിക്കുന്നതും അലക്കുന്നതും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കൊടുത്തതിന് ശേഷം ഇവനെന്ത് ചെയ്തു? ഇതൊക്കെ അങ്ങ് കളയുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഈ 19 വയസ്സുകാരൻ, അതായത് മകൻ്റെ പ്രായം പോലും ഇല്ല, അങ്ങനെയുള്ള ഒരുത്തനുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവനെന്ത് ചെയ്തു? ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. കാരണം എന്താ വെച്ചാൽ ഇത് അവൻ്റെ ആദ്യത്തെ തൊഴിലല്ല. ഇവൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ത്രീകളെയും ഇതുപോലെ പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവൻ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നീട് അങ്ങ് ഭീഷണി തുടങ്ങിയപ്പോൾ ഇവരെന്താ ചെയ്തത്? ഭർത്താവ് അയക്കുന്ന പൈസേൻ്റെ അന്ന് എല്ലാ പൈസയും അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ പൈസ ഇവർ കൊടുത്തു. കുറേ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഭർത്താവ് വന്നാൽ ചോദിക്കൂലേ ഈ പൈസ എവിടെയാ പോയിന്ന് ചോദിക്കൂലേ? അങ്ങനെ ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടമ്മ അങ്ങനെ അങ്ങ് ചെയ്തു വെച്ചു എന്നുള്ളതാണ്. അതായത് ചില ആൾക്കാർ പറയുന്ന പോലെ ഇങ്ങനത്തെ ടീമല്ലെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് നല്ലത്. അതായത് യാതൊരു ബോധവും കഥയില്ലാതെ ഏതെങ്കിലും ഒരുത്തൻ ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പ്രേമിച്ചേക്കല. പിന്നെ അങ്ങോട്ട് അവൻ്റെ പ്രായവും നോക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ ഒന്നും നോക്കുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഒരു പുതിയൊരു ഇതാണ്, നിബന്ധനയാണ് 40 കഴിഞ്ഞവർ നിങ്ങൾ പ്രേമിക്കൂ, 40 കഴിഞ്ഞവർ നിങ്ങൾ പ്രേമിക്കൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ വഴി തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കുറേ ആൾ വഴി തെറ്റിപ്പോയി, കുറേ ആൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതം, അതായത് ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലും ഉപയോഗിക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് അന്യരുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എന്തേ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ പറയും കുറേ ഓൺലൈൻ ഫ്രണ്ട് ഉണ്ട്, എനിക്ക് കുറേ പിന്നെ ഫേസ്ബുക്ക് ഫ്രണ്ട് ഉണ്ട്, കുറേ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട് ഉണ്ട്. ഒരു തേങ്ങാക്കൊലിയില്ല. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ചൂഷണം ചെയ്യും. അത് ഉറപ്പാണ്. കാരണം ഏതെങ്കിലും ഒരുത്ത സ്ത്രീകളുമായിട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് കൂടുന്നുണ്ടെങ്കിൽ അവൻ്റെ നോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ തന്നെയായിരിക്കും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഇതൊന്നും സംഭവമാണ്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വേണം, ഒരുപാട് പേര് ഇതുപോലെ ജീവിക്കുന്നില്ലേ, ഒരുപാട് പേര് ഇതിലൂടെ സഹായം ചോദിക്കുന്നില്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടാ, നിങ്ങൾ എന്ത് സഹായം ചോദിച്ചു കഴിഞ്ഞാലും അവർ വീട് വിറ്റിട്ടായാലും സഹായം ചെയ്തു തരും. അതായത് നിങ്ങൾ പൈസ ചോദിച്ചാൽ തരും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വല്ലപ്പോഴും വേറെ എന്തെങ്കിലും ചോദിച്ചാൽ തരും. നിങ്ങളൊരു എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിയാക്കി തരും. ഇതൊക്കെ അവർ ചെയ്തു തന്നിരിക്കും. പക്ഷേ നിങ്ങൾ വിചാരിക്കേണ്ട, ഇതൊക്കെ അവൻ്റെ സ്നേഹം കൊണ്ട് തരുന്നതാണ്, ഇതൊക്കെ അവൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് തരുന്നതാണ്. പക്ഷേ എവിടെയെങ്കിലും അവൻ്റെ ഉള്ളിലൊരു കോഴി ഉണ്ടാക്കും, അതുറപ്പാണ്. അതിന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഞാൻ സമ്മതിച്ചു തരൂല. അത് ഏത് ജോലിക്കാരനായാലും ശരി, ഏതോനായാലും ശരി, നിങ്ങൾ സൂക്ഷിച്ചോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കുടുംബം വെച്ചിട്ട് നിങ്ങൾ കളിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം അതായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ സ്വത്ത്. അല്ലാതെ എന്ന് പറഞ്ഞ് ഇന്നലെ വലിഞ്ഞു കയറി വന്നവൻ ഒരു ഹായ് വിട്ടു എന്ന് കരുതിയിട്ട് എല്ലാം അവനങ്ങനെ കൊടുക്കാൻ പാടില്ല, എല്ലാം അവൻ്റെ പേരിലങ്ങ് കൊടുക്കാൻ പാടില്ല. അതായത് അവനോട് 1 രൂപ വാങ്ങിച്ചാൽ പോലും നിങ്ങൾ ആ കുടുക്കിൽ വീണു എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീട്ടമ്മക്ക് സംഭവിച്ച ദുരന്തം ഇത് തന്നെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാകുക. എന്താണെന്ന് വെച്ചാൽ പാല് പോലെയുള്ള സംസാരം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും റിപ്ലൈ തരുന്നു, അതായത് സ്നേഹം വാരിക്കോരി തരുന്നു. അവരൊരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇവനിങ്ങനെ ചതിക്കുമെന്ന്. ഈ 19 വയസ്സുള്ള ഈ കഴിവേറി ചതിക്കുന്ന അവർ ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇതുപോലെ തന്നെയാണ് പല സ്ത്രീകളും. അതായത് അവൻ ചതിക്കത്തില്ല, അവൻ നല്ലവനാണ്, അവൻ നല്ലതാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം, അങ്ങനെ കണ്ണടച്ചിട്ട് എല്ലാവരെയും വിശ്വസിക്കണ്ട. അതായത് നിങ്ങളുടെ കുടുംബം തകരുമ്പോൾ മാത്രമേ നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. എന്നാൽ നേരെ മറിച്ച് നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നവൻ്റെ ഭാര്യ മറ്റുള്ളവനുമായിട്ട് കമ്പനി ഉണ്ടാവുമോ നിങ്ങൾ നോക്ക്. ഒരിക്കലും ഉണ്ടാവില്ല. അവൻ സമ്മതിക്കത്തുമില്ല.
അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പറയുന്ന എൻ്റെ ആൺസുഹൃത്താണ് മറ്റേതാണ് എന്നൊക്കെ പറയും. അവൻ്റെ ഭാര്യ ഇതുപോലെ ആൺസുഹൃത്തിനായിട്ട് ചൂണ്ടിയെന്നുണ്ടെങ്കിൽ അവൻ നോക്കും, അവൻ കൃത്യമായിട്ട് നോട്ടം വിടുമെന്നുള്ളതാണ്. അവൻ്റെ കുടുംബം അവൻ സേഫാക്കിയതിന് ശേഷമാണ് അവൻ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്നത്. ഇന്ന് ഒരുപാട് പേര് നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് ഈ പേര് ഇതുപോലെയുള്ള കുടുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. അതായത് ഈ ക്യാമറേൻ്റെ മുമ്പിൽ എല്ലാം തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കും. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് എന്തിനാണ് മറ്റുള്ളവന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്? അവൻ വിളിക്കുന്ന സ്ഥലത്തൊന്നും നിങ്ങൾ പോകരുത്, അവൻ ഒളിക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ റൂമിൽ ഇരുന്നിട്ട് ഇത്രയും സുരക്ഷിതമായ ഒരു റൂം നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അതുപോലെ പൈസ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്നിട്ടും എന്തിനാണ് ഇങ്ങനെയുള്ളവൻ്റെ വലയിൽ പോയി ചാടുന്നതെന്ന് മാത്രം എനിക്കറിയില്ല. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങളെ എല്ലാവരെയും നോട്ടം ഇട്ടുകൊണ്ട് ഇവിടെ പല ആൾക്കാരും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ഇവന്മാരൊക്കെ തരം കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാരുടെ കൃത്യമായിട്ടുള്ള ഗുണങ്ങൾ കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരാൾക്ക് പോലും നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കരുത്, നമ്മുടെ ഒരു ഫോട്ടോ പോലും അയച്ചു കൊടുക്കരുത്. ഇനി ഒരു വീഡിയോ കോൾ പോലും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, ഈ വീഡിയോ കോൾ ചെയ്താൽ വരെ അവൻ അവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഭാര്യയായിട്ട് മാറും. ഇപ്പോഴും ജീവിതം പോയില്ലേ? ഒരു നിമിഷം ചിന്തിച്ചിരുന്നുവെങ്കിൽ, അതായത് ഇങ്ങനെയുള്ളവന്മാർ എനിക്ക് വേണ്ട, ഞാൻ ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ വീഴില്ല എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ അവർക്ക് എത്ര പൈസ ലാഭം കിട്ടുമായിരുന്നു, ജീവൻ കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ഒന്നും ഇല്ലാണ്ടായില്ലേ? അതായത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും വെറുപ്പോട് കൂടി നോക്കേണ്ടി വന്നില്ലേ ഈ ഒരു കാര്യത്തിന് പോയിട്ട്? അത് ഒരു 19-കാരൻ്റെ പിന്നെ കെണിയിൽ വീണ്. അത് മാത്രമല്ല, ഈ 19-കാരനെ അറസ്റ്റ് ചെയ്തപ്പോഴും ഞെട്ടിക്കുന്ന വിവരങ്ങൾ വേറെ. കാരണം എന്താ വെച്ചാൽ 50-ഓളം ഈ സ്ത്രീകളുമായിട്ട് ഇവന് ബന്ധമുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് പേരെടുക്കുന്ന ഇവൻ ഇതുപോലെ പിന്നെ എന്താ പറയുക ചൂഷണം ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരെ ചൂഷണം ചെയ്തിട്ടുണ്ട്, പൈസ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ മറ്റു പലതും വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഒരു 19 വയസ്സുള്ള ഒരു ക്രിമിനലുമായിട്ടാണ് ഇവരെല്ലാവരും ചാറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ കുടുംബം കുട്ടിച്ചോറാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവരൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുന്നൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർക്കൊന്നും നിങ്ങളോട് വലിയ സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ നേരെ പോയിക്കോളും. പിന്നെന്ന് പറഞ്ഞാൽ അവർക്ക് പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. അങ്ങനെയുള്ള ചൂഷണങ്ങൾ, പിന്നെന്ന് പറഞ്ഞാൽ നഗ്ന ചിത്രങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർന്നു കഥ. പിന്നെ കട്ടപ്പുകയാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ പരിപാടികൾക്കൊന്നും നിൽക്കാതെ അവനവൻ്റെ കുടുംബവുമായിട്ട് മുന്നോട്ട് പോകുക. അല്ലാതെ ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയും, കുറേ പുരോഗമനവാദികൾ ഇരുന്ന് പറയും, ഇന്നത്തെ കാലത്ത് കുറേ ഫ്രണ്ട്ഷിപ്പ് വേണം, ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിൽ കുറച്ച് ഫ്രണ്ട് വേണം, അതുപോലെ തന്നെ അവരോടൊക്കെ സഹായങ്ങൾ ചോദിക്കണം, അയൽവക്കക്കാരനെ അറിയില്ലെങ്കിലും പിന്നെ ഫേസ്ബുക്ക് ഫ്രണ്ടിനെ നമുക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾ പ്രസംഗിക്കും. എൻ്റെ മക്കളെ, ഇതൊക്കെ പ്രസംഗിക്കാൻ മാത്രമേ ഉള്ളൂ. കാരണം ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ക്രിമിനലുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ കാമപ്രാന്തന്മാരുണ്ടാകും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബില്ല് ഓഫീസറായിരിക്കും. ആ ഓഫീസറാണെന്ന് പറഞ്ഞാൽ അവൻ എന്ന് പറഞ്ഞാൽ ഭൂലോക കോഴിയായിരിക്കും ചിലപ്പോൾ. അതായത് നമ്മളൊക്കെ വിചാരിക്കും നല്ലൊരു മനുഷ്യനാണ്, അയ്യോ അയാളൊക്കെ എൻ്റെ ഫ്രണ്ടായിട്ടുണ്ടെങ്കിൽ എന്നേരം എല്ലാവരും വിചാരിക്കും. പക്ഷെ അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഭൂലോക ഫ്രോഡായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരുത്തനെ പോലും വിശ്വസിക്കേണ്ട. ഇനി വീഡിയോ കണ്ടിട്ട് എൻ്റെ നേരെ കുതിര കയറാൻ ആരും വരണ്ട. അതായത് അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഇതുപോലെ ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോഴും ഒരുപാട് പേര് ഇതേപോലെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കുളിക്കുന്നതും അലക്കുന്നതും കാണിച്ചു കൊടുത്തിട്ട് ഒരുപാട് പേരുടെ പൈസയും പോയിട്ടുണ്ട്, ഒരുപാട് പേര് ഒതുക്കി തീർത്തിട്ടുമുണ്ട്. ഭർത്താക്കന്മാർ അറിയാതെയൊക്കെ ഒരുപാട് പേര് ഒതുക്കി തീർത്തിട്ടുണ്ട്. പിന്നെ അതുമാത്രവുമല്ല, ഈ ഗൾഫുകാരാണെങ്കിൽ ഗൾഫുകാരുടെ ഭാര്യമാരെ മാത്രം ചൂണ്ടിയിരുന്ന കുറേ ടീമുകൾ വേറെയുണ്ട്. അതും കൂടി നിങ്ങൾ അറിഞ്ഞു വെച്ചോടന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും ആ മലപ്പുറത്തുണ്ടായിരുന്ന ആ ഒരു വീട്ടമ്മയ്ക്കുണ്ടായിരുന്ന ദുരന്തം നിങ്ങൾക്കാർക്കും ഇല്ലാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇമാതിരി തോന്നിയവാസത്തിന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വണ്ടി വിട്ടോ, അതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ പിന്നെ ലൈക്ക് മറന്നുകൊണ്ട. ബൈ ബൈ.